ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഓസ്കറിൻ്റെ ഡേ ആണ് ഇന്ന്. അപ്പോൾ അവനെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോകണേ. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോകുമ്പം ഒരു തോടുണ്ട്. അപ്പോൾ അവിടെ പോയി അവനെ ഒന്ന് നല്ലപോലെ ഒന്ന് കുളിപ്പിച്ച് അവിടെ നിന്ന് പെഡിഗ്രിയെ കൊടുത്ത് പിന്നെ ഐസ്ക്രീം മേടിച്ച് കൊടുക്കണമെന്നുണ്ട്. അതൊക്കെ കൊടുപ്പിച്ച് തിരിച്ച് വരാമെന്ന് കണ്ട് പോവുകയാണേ. അപ്പം നിങ്ങളെ ഞാൻ ആ കാഴ്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാണ് ആ കൈത്തോടെ. അവനിങ്ങനെ വെള്ളം നോക്കി നിൽക്കുകയാണ്. അവന് കഴിക്കാനുള്ള പെഡിഗ്രിയൊക്കെ ഞങ്ങൾ കൂടെ തന്നെ കൊണ്ടുവന്നു. വൈഫാണ് ഇവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ശരിക്കും കുളിപ്പീരും കാര്യങ്ങളൊക്കെ. അങ്ങനെ വെള്ളം കണ്ട് സന്തോഷത്തിൽ അവൻ തിമിർക്കുവാണ്. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മൾ ഈ പട്ടികളുണ്ടല്ലോ, അതായത് ഇവരെ ഇങ്ങനെയുള്ള പെറ്റ് ഡോഗ്സ് ഇല്ലേ, ഇവരെ എത്ര കാര്യമായിട്ട് നമ്മൾ നോക്കുന്നോ, എത്ര നന്നായി നോക്കുന്നോ, എത്ര സ്നേഹം കൊടുക്കുന്നോ, അതുപോലെ നമ്മളോട് കൂടെ തന്നെ നിൽക്കും കേട്ടോ. ശരിക്കും ഇങ്ങനെ ഒരു പട്ടി നമ്മുടെ വീട്ടിലുള്ളത് ഭയങ്കര സുരക്ഷയാണ് ശരിക്കും. കാരണം നമ്മുടെ ഇപ്പം വീട്ടിലൊക്കെ ആണെങ്കിലേ നമ്മൾ ചെറിയൊരു അനക്കം കേട്ടാൽ അവൻ ഉടനെ നമ്മൾ രാത്രിയിൽ ഉറങ്ങുകയില്ല. വേറൊരു പട്ടിയും കൂടെ ഉണ്ട് നമുക്ക്, പക്ഷേ അവൻ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, പക്ഷേ ഇവൻ ഉറങ്ങത്തേയില്ല. ഒരു പൂച്ചയോ അങ്ങനെ എന്തെങ്കിലും കയറി വന്നാൽ പോലും ഉണ്ടല്ലോ, അപ്പോൾ അവൻ്റെ കുരയിൽ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ മനുഷ്യർ വന്നാൽ അല്ലെങ്കിൽ മൃഗങ്ങൾ വന്നാൽ അറിയാൻ പറ്റുമേ. പിന്നെ പ്രത്യേകിച്ച് പാമ്പൊക്കെ വന്നാൽ അത് ഒരു പ്രത്യേക കുര. ഇപ്പോൾ ഇന്ന് അവനെ നല്ലപോലെ തേച്ച് കുളിപ്പിച്ച് വെള്ളം കാണുന്ന ഓസ്കറിന് ഭയങ്കര താല്പര്യമാണ്. ഇവൻ്റെ ഇഷ്ട ഫുഡെന്ന് പറയുന്നത് എഗ്ഗാണ്. എഗ്ഗ് എത്രയുണ്ടെങ്കിലും കഴിച്ചോളും. പിന്നെ പെഡിഗ്രി, പിന്നെ റൈസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ലപോലെ കഴിക്കുമായിരുന്നു. ഇപ്പം അവന് റൈസ് ഇച്ചിരി മടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ റൈസ് പിന്നെ പെഡിഗ്രി കൂട്ടി കൊടുക്കും. അല്ലെങ്കിൽ പെഡിഗ്രി തന്നെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുതലാകുകയില്ലേ. പിന്നെ ഒരിക്കലും ഇവനിങ്ങനെ ഒരു അസുഖം വന്നായിരുന്നു. അതായത് ഒരു ചുമ പോലെ വന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഡോക്ടറെ കാണിച്ചില്ല, പെഡിഗ്രി തന്നെ കൊടുത്തു. അതുകൊണ്ട് മാറി. 3-ാം ദിവസം 4-ാം ദിവസം ചുമ മാറി. അങ്ങനെ അവനെ കുളിപ്പിച്ചു. ഇതാണ് കണ്ടോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ, നല്ല ഗ്രീനറി. കുളിപ്പിച്ച് കഴിഞ്ഞ് അവന് വെള്ളത്തിൽ കൂടെ നടക്കണമെന്ന് തോന്നിക്കൊണ്ട് ഒരു റൗണ്ട് കൂടെ നടിപ്പിച്ചതാണ്. അങ്ങനെ ഇനി അവനിപ്പം പെഡിഗ്രിയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുകയാണേ. അന്ന് ശരീരം ഒന്ന് അനക്കാനായിട്ടേ ശരീരം ഉണക്കാനായിട്ട് ഒരു റൗണ്ട് ഞങ്ങൾ അവനോട് കൂടെ നടന്ന. ഞങ്ങൾ പോയ പിന്നെ പോലെ മക്കളും ഭാര്യയും ഞങ്ങൾ 4 പേരും കൂടെ. മൂത്തമോൻ അവന് ഇവിടെ ഇല്ല, അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെയാണ് പോയത്. ഇതേന് ഐസ്ക്രീം കൊടുത്തു. കോലോട് ഇല്ല.
അതേണ്ട ഒരു ഐസ്ക്രീം കൂടെ. ഐസ്ക്രീം, ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഓസ്കറിനെ കുളിപ്പിച്ചു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് ദയവായി സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, സി യു, ബൈ. ഇനിയൊരു വീഡിയോ, അടുത്തൊരു വീഡിയോ നമുക്ക് കാണുന്നവരെ ബൈ. തിരിച്ച് പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ ഒരു തേയിലത്തോട്ടമുണ്ട്. അപ്പോൾ അവൻ അതിൻ്റെ അകത്തൊന്ന് കയറിയിട്ട് ഇറങ്ങി വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോള് മിന്നൂനൊരു തോന്നല മരത്തിലൊന്ന് കയറണം. ഓസ്കർ നോക്കുന്നുണ്ടോ?